അടുത്തതായി അഷ്റഫ് പല്ലാരിമംഗലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആദരണീയരായ ഉസ്താദുമാർ, മറ്റു ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള സ്നേഹാതിഥികളായ മുത്തഅല്ലിം സുഹൃത്തുക്കൾ, മാതാപിതാക്കൾ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവന്റെ ജന്നത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട, വളരെയധികം നിർബന്ധമായ ഒന്നാണ് ഈമാൻ, വിശ്വാസം എന്നുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് അറിയിച്ചു, നമുക്ക് എത്തിച്ചു തന്ന കാര്യങ്ങൾ നമ്മുടെ യുക്തിക്കനുസരിച്ച് വ്യതിയാനം വരുത്താതെ ദൃഢമായി വിശ്വസിക്കുന്നതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് മുൻകഴിഞ്ഞു പോയ മഹാന്മാരുടെയും ആധുനിക ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും വിശ്വാസം, ഈമാൻ തമ്മിലുള്ള അന്തരം എത്രയാണ്? മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീക്കുണ്ടത്തിലേക്ക് മഹാനവകളെ എറിയുന്ന സന്ദർഭത്തിൽ പിന്മാറുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞത് മഹാനവകളുടെ ഈമാനിന്റെ ദൃഢത കൊണ്ടാണ്. ഇതുപോലെ തന്നെ ഈമാൻ, വിശ്വാസത്തെ ആയുധമാക്കി ഉപയോഗിച്ച ഒരുപാട് മഹാന്മാരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉമയ്യത്ത് ചൂടുള്ള മണൽത്തരികളിലൂടെ വലിച്ചയച്ചപ്പോഴും അഹദ് അല്ലാഹു അഹദ് അല്ലാഹു അഹദ് എന്ന് മാത്രം ഉച്ചരിച്ചുകൊണ്ടിരുന്ന മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കൈവശമുണ്ടായിരുന്നത് വിശ്വാസമാണ്, ഈമാനാണ്. ബദറിന്റെയും ഉഹദിന്റെയും യുദ്ധരണാങ്കളത്തിലുള്ള ചരിത്രം നമുക്ക് മറ്റൊന്നുമല്ല വിസ്തരിച്ചു തരുന്നത്. അന്നവിടെ ഉപയോഗിതമായത് യുദ്ധസന്നാഹങ്ങളായിരുന്നില്ല. ശത്രുക്കളുടെ മുമ്പിൽ, ഭൂരിപക്ഷമായ ശത്രുക്കളുടെ മുമ്പിൽ ന്യൂനപക്ഷമായ മുസ്ലിമീങ്ങൾ അന്നവിടെ ഉപയോഗിച്ച ആയുധം ഈമാൻ, വിശ്വാസം എന്ന ദൃഢമായ ആയുധമായിരുന്നു. ആ ആയുധത്തെക്കാൾ വലിയൊരു ആയുധമില്ല. ഇതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ഈമാൻ വേണം, വിശ്വാസം വേണം എന്നൊക്കെ പ്രസംഗിച്ച് നടക്കുന്നവരാണ് നാം. എന്നാൽ ഒരു നിമിഷം നാം ചിന്തിക്കണം, ഒരു നിമിഷം നമ്മുടെ സ്വന്തം നഫ്സിനോടൊന്ന് നാം ചോദിച്ചു നോക്കണം, നമുക്ക് എത്രത്തോളം ഈമാനുണ്ട്, നമുക്ക് എത്രത്തോളം വിശ്വാസമുണ്ടെന്ന് ഒരു നിമിഷം നാം ഒന്ന് നമ്മുടെ നഫ്സിനെ, നമ്മുടെ സ്വന്തം ശരീരത്തെ ചിന്തയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈമാനിന്, വിശ്വാസത്തിന് 70ഓളം ശാഖകളുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ വിശ്വാസം രൂഢമൂലമാകുന്ന വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.